സ്ഥല കൊലപാതക പരമ്പര കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മംഗളൂരുവിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. 4 ഡിവൈഎസ്പിമാർ നടത്തുന്ന SIT സംഘം കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിലെത്തിയത്. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ക്യാമ്പ് ഓഫീസ് കഴിഞ്ഞ ദിവസം സജ്ജമാക്കിയിരുന്നു. അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. അമ്മ സുജാത ഭട്ടാണ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘത്തെയാണ് കേസന്വേഷണത്തിനായി രൂപീകരിച്ചത്. KB ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നാളുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രത്യേക അന്വേഷണ സംഘം മംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിശദമായി തന്നെ, അതായത് എപ്പോഴാണ് ഈ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയത്, ഇയാൾക്ക് ഒരു പോലീസിന്റെ സുരക്ഷയൊക്കെ ഉറപ്പാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതാണ്. അത്തരം സുരക്ഷയുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ? തീർച്ചയായും ടോമെ, ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത. ഏതായാലും അതിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇപ്പോൾ മംഗളൂരുവിൽ നിന്നും രേഖപ്പെടുത്തുന്നുണ്ട്. മംഗളൂരുവിലെ ക്യാമ്പ് ഓഫീസ്, അതായത് കതിരിയിലുള്ള ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും നിർണായകമാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കാരണം 100ഓളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചു മൂടിയെന്ന് ആ വെളിപ്പെടുത്തൽ നടത്തിയ ഇയാൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നീട് കോടതിയിലേക്ക് പോയി ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. അതിലും പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ നിർണായകമായ മൊഴി ഇദ്ദേഹം നൽകുന്നത്. ഏതായാലും ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തുമോ, അതാണ് ഏറ്റവും പ്രധാനം. ഇനി അറിയേണ്ടത് അതാണ്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം ധർമ്മസ്ഥലയിലെത്തിയത്. മറ്റൊരു സംഘം മംഗളൂരുവിലാണുള്ളത്. കദ്രിയിലെ ഈ ക്യാമ്പ് ഓഫീസിൽ അല്പസമയം മുമ്പാണ് ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ചത്. ഈ തെളിവെടുപ്പ്, ഇത്തരത്തിലുള്ള മൊഴിയെടുക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നത്. ഏതായാലും ഈ ധർമ്മസ്ഥല പോലീസിലുള്ള ഇതിന്റെ മുഴുവൻ രേഖകളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതായത് അനന്യ ഭട്ടിന്റെ തിരോധാനം ഉൾപ്പെടെ നേരത്തെ KJ ജോയി നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെന്ന വാർത്ത. ആ കേസ് കൂടി SIT പരിധിയിൽ വരുന്നുണ്ട്. കൂടുതൽ ഈ മണ്ണിനടിയിൽ മൂടപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ധർമ്മസ്ഥലയിലുണ്ട്. അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. നിരന്തരം കഴിഞ്ഞ കുറെ നാളുകളായി ന്യൂസ് 18 ഈ വാർത്തയുടെ പിറകിലായിരുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ഏതായാലും ഒരു മാധ്യമം പോലും കയറി ചെല്ലാത്തടുത്ത് ന്യൂസ് 18 എത്തുന്നു. ഒരുപാട് ആളുകളുടെ, ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ, ഒരു ശബ്ദം അവർക്ക് പുറത്ത് പറയാൻ ഒരു വേദിയില്ലാത്തൊരു സ്ഥലത്താണ് ന്യൂസ് 18 അങ്ങനെ ഒരു വേദി ഉണ്ടായി കൊടുത്തതും. പിന്നീട് ഇത്രത്തോളം ഒരു പ്രത്യേക അന്വേഷണ സംഘം, കർണാടക DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും അതിൽ നിർണായകമായ ഇപ്പോൾ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി ഇനി ചൂണ്ടിക്കാട്ടുന്ന ആ സ്ഥലത്ത് ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന അതിന് എന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അത്തരം നടപടികളിൽ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 DVSPമാരടങ്ങുന്ന ഈ പ്രത്യേക സംഘത്തിലെ ആളുകൾ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മംഗളൂരിലെത്തിയത്. ഇന്ന് അല്പസമയം മുമ്പാണ് ശുചീകരണ തൊഴിലാളിയെ കതിരിയിലുള്ള ഇവരുടെ ഓഫീസിലെത്തിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യം ഉൾപ്പെടെ നടക്കുന്നത്. ഏതായാലും ഒരു ഭാഗത്ത് ധർമ്മസ്ഥലയിൽ നിന്നും ഇത്തരത്തിലുള്ള രേഖകൾ പോലീസ് കണ്ടെത്തുന്നുണ്ട്. അതോടൊപ്പം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം പഴയ കേസുകൾ 15 വർഷവും 20 വർഷവും നീതി കിട്ടാതെ ഇത്തരത്തിൽ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോയി അപമാനിതരായി അവിടെ നിന്നുള്ള ആളുകളുടെ അക്രമം ഇതാക്കി അത്തരത്തിലുള്ള ഒരുപാട് അമ്മമാർ ഇപ്പോഴും ഉണ്ട്. അത് സുജാത ഭട്ട് നമ്മൾ കണ്ടതാണ്. മകൾ എവിടെയാണെന്ന് അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അമ്മ അവിടെ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം മുതൽ അങ്ങനെ പല ആളുകളും ഈ പരാതിയുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. പല പെൺകുട്ടികളുടെ തിരോധാനവും ദുരൂഹമരണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ തന്നെ മണ്ണ് കുഴിച്ച് ഈ മൃതദേഹം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇയാളുടെ വെളിപ്പെടുത്തൽ അതൊരു വസ്തുതയുള്ളതാണെങ്കിൽ ഈ മണ്ണ് കുഴിച്ചു മാറ്റിയാൽ മാത്രമേ ഉള്ളൂ മൃതദേഹം കണ്ടെത്താൻ കഴിയുള്ളൂ. അത്തരം നടപടി ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ എത്ര ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടുന്ന് ലഭിക്കുന്നുണ്ട്, അതൊക്കെ വളരെ പ്രധാനമാണ്. ഈ കേസിൽ
തുടക്കം മുതലേ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ സത്യം, അതിൽ എത്രത്തോളം കാര്യങ്ങളുണ്ട്, വസ്തുതകളുണ്ട് എന്നൊക്കെ കണ്ടെത്തണമാണെന്ന്. പക്ഷേ അന്വേഷണ സംഘം 1 മാസം പിന്നിട്ടിട്ടും ധർമ്മസ്ഥല പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടും അത്തരം നടപടികളിലേക്ക് ഒന്നും കടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ SIT രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ, കർണാടക സർക്കാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ DGP തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. 20ഓളം അംഗങ്ങളുണ്ട്. നേരത്തെ ഈ സംഘം രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൽ സൗമ്യലത DCP ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്മാറി വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പിന്മാറ്റമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവർക്ക് പകരം രൂപശ്രീ എന്ന IPS ഉദ്യോഗസ്ഥയെ ഇതിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. ഏതായാലും 20 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഒരു സംഘം മംഗളൂരുവിലും അതുപോലെ തന്നെ ഒരു സംഘം ധർമ്മസ്ഥലയിലും ആയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം ബംഗളൂരുവിൽ നിന്നും ഒരു അന്വേഷണ സംഘം അവർ നടത്തുന്നുണ്ട്. ഏതായാലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ കേൾക്കും ഈ സംഘം എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ ഇവർ കേൾക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും അന്വേഷണം കൃത്യമായ രീതിയിലാണ് നിലവിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ വൈകാതെ തന്നെ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ കുഴിച്ച് ഇത്തരത്തിലുള്ള പരിശോധന നടത്തും. ഇനി എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ ആ മണ്ണിൽ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. 2014 വരെയുള്ള കാര്യങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. 2014 ശേഷം ഏതെങ്കിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ, അതല്ല ഇവിടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടോ, അത്തരം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഏതായാലും നിർണായകമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിർണായകമായ മൊഴിയെടുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ വളരെ നിർണായകമാണ്. അതാണ് ഇപ്പോൾ മംഗളൂരു കദരി പാർക്കിന് സമീപമുള്ള ഇവരുടെ പ്രത്യേക ക്യാമ്പിൽ നടക്കുന്നത്. ബെൽത്തങ്ങാടിയിലും അതുപോലെ തന്നെ മംഗളൂരുവിലും 2 ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനായി ഒരുക്കിയിട്ടുള്ളത്. അതിൽ ധർമ്മസ്ഥലയിലുള്ള ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നുള്ള രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ആ സംഘം കൈമാറിയിരുന്നു. അതിനിടയിലാണ് വളരെ നാടകീയമായി മംഗളൂരുവിലുള്ള ആ ക്യാമ്പ് ഓഫീസിൽ ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ച് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വളരെ നിർണായകമാണ് ഇനി SITയുടെ നീക്കം. കർണാടക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ 100ലധികം പെൺകുട്ടികളെയും യുവതികളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ഒരു സംഭവം അവിടെയുണ്ട്. അതോടൊപ്പം അനന്യ ഭട്ടിനെ പോലെ, സൗജന്യെ പോലെ അങ്ങനെ നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പിച്ച് ചീന്തിയതായിട്ടുള്ള, അവരുടെ ക്രൂരമായി അവരെ കൊലപ്പെടുത്തിയതായിട്ടുള്ള പരാതികളുണ്ട്. മറ്റ് പെൺകുട്ടികളുടെ ഈ ഒരു കാലയളവിൽ 400ലധികം 450ഓളം പെൺകുട്ടികളുടെ തിരോധാനം നടന്നിട്ടുണ്ടെന്ന പരാതിയുണ്ട്. മലയാളിയായ KJ ജോയിയുടെ തിരോധാനം, KJ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ നിരവധി കേസുകൾ ഈ സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിലേക്ക്, അതായത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലയിലെ ആ കൂട്ടക്കൊലപാതക പരമ്പര, അതിൻ്റെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കേസുകളുടെ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക? ബൈജു, ടോമെ, ഈ കേസുകളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും. പ്രത്യേകിച്ച് കർണാടകയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കാണാതായ ഇത്തരത്തിലുള്ള കേസുകളും ഇവരുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് DGP നേരത്തെ അറിയിച്ചത്. അതുപോലെ തന്നെ കർണാടക ആഭ്യന്തരമന്ത്രിയും അറിയിച്ചത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുക തന്നെയാണ്. ആ സ്ഥലം കുഴിച്ച് പരിശോധിച്ചാൽ അവിടെ എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ആ വനത്തിനകത്തുണ്ട്. നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മൾ ആ സ്ഥലം കാട്ടിക്കൊടുത്തതാണ്. ആ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായി എത്തിയതാണ്. അവിടെ ഒരു സുരക്ഷയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശം കുഴിച്ച് പരിശോധിക്കണമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത് വളരെ വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇന്നത്തെ ഈ മൊഴി എടുക്കൽ പൂർത്തിയായാൽ അത്തരം നടപടികളിലേക്ക് പോലീസിന് പ്രത്യേക സംഘത്തിന് കടക്കേണ്ടി വരും. എത്രത്തോളം നമുക്കറിയാം, ഈ തെളിവിന് വേണ്ടി ഒരു തലയോട്ടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ അനന്യ ഭട്ടിന്റെ തിരോധാനമാണ്. ആ
മൃതദേഹം അവിടെ ഉണ്ടെന്നാണ് ആ അമ്മ പറയുന്നത്. ഒരു നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു അസ്ഥിയെങ്കിലും എടുത്തിട്ട് ഒരു അന്ത്യകർമ്മം ചെയ്യാനെന്നാണ് ആ അമ്മ ഇപ്പോഴും പറയുന്നത്. SITക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആ അമ്മയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അവരുടെ മകൾ, അവരുടെ മൃതദേഹം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമായി ആ DNA പരിശോധന നടത്തുകയാണെങ്കിൽ അമ്മയുടെ സാമ്പിളും ഒത്തുപോയാൽ ആ കേസിൽ തന്നെ ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ചുരുളഴിയും. ഏതായാലും വലിയ തോതിൽ ഇത്തരത്തിൽ അധർമ്മം നടത്തിയ ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം. അവിടെയുള്ള സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരം സത്യങ്ങൾ ഇനി വൈകാതെ തന്നെ പുറത്തു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായാൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കും, പ്രത്യേക അന്വേഷണ സംഘം കടക്കും. വരും ദിവസങ്ങളിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ ധർമ്മസ്ഥലയിൽ എത്തും. നിലവിൽ 4 DYSPമാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതായത് പ്രാഥമികമായ കാര്യങ്ങളാണ് നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. വരും മണിക്കൂറുകൾ ഈ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് ന്യൂസ് 18നെ സംബന്ധിച്ചുള്ള അഭിമാനം. ഈ വാർത്തയുടെ പുറകിൽ തന്നെ ന്യൂസ് 18 ഉണ്ടാകും. ഓരോ ആളുകളുടെയും വാർത്തയെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായത്. KB ബൈജു, ധർമ്മസ്ഥലയിൽ ഇതുപോലെ ഇരകളാകപ്പെട്ട പെൺകുട്ടികളുടെ വീടുകളിൽ പോയി അവരുടെ അമ്മമാരുടെ, മാതാപിതാക്കളുടെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു. അത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അങ്ങനെ നിരവധി പെൺകുട്ടികളുടെ കുടുംബം ഇപ്പോഴും കണ്ണീരോടെ നീതി കിട്ടാതെ അലയുന്നുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തിയത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങൾ, അതിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തൽ, ഈ സംഭവങ്ങളിലെല്ലാം വിശദമായി തന്നെ അന്വേഷണം നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം.